ടൈം ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കൊയിലാണ്ടി താലൂക്ക് 15ാം വാർഷിക ജനറൽ ബോഡിയും ഭാരവാഹി തിരഞ്ഞെടുപ്പും നടന്നു. അകലാപ്പുഴയിലെ ഓളപ്പരപ്പിൽ ഹൗസ് ബോട്ടിൽ സഞ്ചരിച്ച് സംഘടിപ്പിച്ച പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷന്റെ താലൂക്ക് സമ്മേളനം ശ്രദ്ധേയമായി. ജില്ലാ പ്രസിഡന്റ് വി.ജി. മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. കാണുന്നത് അകലാപ്പുഴ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ആ പുഴയും അതിന്റെ സൗന്ദര്യമൊക്കെ നമ്മളിപ്പോഴാണ് ആസ്വദിക്കുന്നത്. നമ്മള് വരുന്ന വഴിക്ക് കേളപ്പറ്റിയുടെ നാടാണല്ലേ മുജുകുന്ന്, പതിവത്ത് തറവാട് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന കേളപ്പറ്റിയുടെ ഈ നാട്ടിൽ വരാൻ, അതിന്റെ സൗന്ദര്യമൊക്കെ നുകരാനും ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് എല്ലാ താലൂക്ക് ഭാരവാഹികൾക്കും കൊയിലാണ്ടി താലൂക്ക് മെമ്പർമാർക്കും ആദ്യമേ നന്ദി പറയുന്നു. പിന്നെ അതിന്റെ അകത്ത് നമുക്ക് പഠിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. ഈ ഫേക്ക് ഗോൾഡും ചീറ്റിംഗ് കേസും അതാണ് ഇപ്പൊ വളരെയധികം കൂടി വരുന്നത്. അതിനെ തുടർന്ന് നമ്മൾ കോഴിക്കോട് ഷഹീർ സിംഗ് വക്കീലിനെ നമ്മൾ ലീഗൽ അഡ്വൈസർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെയും ഓരോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉറക്കം കിടത്തുന്ന ഒരു സംഭവമാണ് ഫേക്ക് ഗോൾഡും പണയാഭരണങ്ങളും പണയം വെച്ച് അത് കഴിഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ചീറ്റിംഗ് കേസ് കൊടുത്ത് നമ്മുടെ ഇത് പോലീസുകാരുടെ സഹായത്തോടു കൂടി വസൂലാക്കുന്ന പ്രവണത ഇതൊക്കെ അധികരിച്ചു വരികയാണ്. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, ഈ പ്രശ്നങ്ങൾ ഇത് നേരിടാൻ നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല. അതിന് നമുക്ക് കൂട്ടായിട്ട് നിന്ന് കഴിഞ്ഞാലും നടക്കൂ. ബാങ്കിംഗ് മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധിയും അവ തരണം ചെയ്യുന്നതിനായി സംഘടന ശക്തിപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യതയും ജനറൽ ബോഡിയിൽ സജീവ ചർച്ചയായി. താലൂക്ക് പ്രസിഡന്റ് പി.കെ. അശോകൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി നമുക്ക് തന്നിരിക്കുന്ന ഒരു പദവി കഴിഞ്ഞ തവണ ഏറ്റവും നല്ല 3ാമത്തെ താലൂക്കിനുള്ള പദവിയാണ്. അത് പറയുമ്പോൾ കൂടെ പറയേണ്ട ഒരു കാര്യം, നമ്മുടെ മൊത്തം കേരളത്തിലെ താലൂക്കുകളിൽ 12 താലൂക്കുകളെ തിരഞ്ഞെടുത്തപ്പോൾ നമ്മുടെ 4 താലൂക്കുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എവർ റോളിംഗ് ട്രോഫി നമ്മുടെ ജില്ലയ്ക്ക് നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി A.T.K. സജീവൻ സ്വാഗതം പറഞ്ഞു. സംഘടന ഉള്ളത് കൊണ്ടാണ് മാന്യമായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുന്നതെന്നില്ല. കാരണം 10,000 രൂപ ലൈസൻസ് ഫീ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളത് സംഘടന നിരന്തരം കേസുകൾ നടത്തിയിട്ടാണ് അത് 6,000 രൂപയാക്കിയതും. 2 ലക്ഷം രൂപ സെക്യൂരിറ്റി ഫീസ് അടച്ചിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നതും അസോസിയേഷന്റെ മെമ്പർ ആയതുകൊണ്ട് മാത്രമാണ്. മെമ്പർ അല്ലാത്തവർ 3 ലക്ഷം രൂപ സെക്യൂരിറ്റി അടയ്ക്കണം. മാത്രമല്ല, ഈ ഇൻഷുറൻസ് മേഖലയിൽ 1 കോടിയുടെ ബിസിനസ് ഇൻഷുറൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതാണ്ട് 22,000 രൂപയോളം പുറത്ത് ഇൻഷുറൻസ് കമ്പനി കിടക്കും. സംഘടന ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് അത് 3,000 രൂപയിൽ ഒതുക്കാൻ കഴിഞ്ഞത്. ഇത്രയൊക്കെ സൗകര്യങ്ങൾ സംഘടനയുടെ പ്രിവിലേജ് തരുന്നുണ്ടെങ്കിൽ. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് A.P. കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തുകയും ഭാരവാഹി തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുകയും ചെയ്തു. താലൂക്ക് പ്രസിഡന്റായി P.K. അശോകൻ, വൈസ് പ്രസിഡന്റ് P.P. പ്രദീപൻ, K.P. രാജേഷ് ജനറൽ സെക്രട്ടറി, സുരേഷ് ജോയിന്റ് സെക്രട്ടറി, P.V. സുഗു ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. K. രതീഷ് ബാബു നന്ദി പറഞ്ഞു.